സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്നൊരു പുതിയൊരു ഫ്രോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹെക്കറ്റ് എന്ന് പറയുന്നത്, അതായത് ഫിഷ് ഷാക്കിൻ്റെ ഹെക്കറ്റ് എന്ന് പറയുന്ന ഫ്രോഗാണ്. 450 രൂപയാണ് റേറ്റ് വരുന്നത്. അതുമാത്രമല്ല 13 to 14 ഗ്രാം വെയിറ്റും 5.5 സെൻറ്റിമീറ്റർ ലെങ്തും വരുന്നുണ്ട്. നല്ലൊരു ഫ്രോഗാണ്, അത്യാവശ്യം നല്ലൊരു ഫ്രോഗാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗും കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ പൊട്ടിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്. അത് തിന്നല്ല റബ്ബർ, അത്യാവശ്യം ചെറിയ രീതിയിൽ ഹാർഡാണ്. അതുകൊണ്ട് തന്നെ റബ്ബർ കീറിപ്പോകുന്നുള്ള പേടിയും വേണ്ട. നല്ല കാർബൺ ഹുക്കാണ് വന്നിരിക്കുന്നത്, നല്ല ഷാർപ്പ് കാർബൺ ഹുക്കും ഡബിൾ സ്പിന്നറുമാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു സ്പിന്നർ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്, നല്ല നോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തന്നെ ബെൻഡ് ചെയ്തതാണ്. അതുമാത്രമല്ല എൻ്റെ ഫ്രണ്ടിൽ സിവിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിവിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറുമീനും വരാലും ഒക്കെ നല്ല, അതായത് ഏത് ടൈപ്പ് മീൻ പിടിച്ചാലും ഒടിഞ്ഞു പോകുന്ന ബെൻഡായി പോകുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ സീസൺ കൂടെ അല്ല, നമ്മൾ എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ നല്ല ലോങ് പോകുന്നുണ്ട്. ഇത് വരാലടിച്ചു, ഹുക്കപ്പ് കൊടുത്തു. പക്ഷേ ഹുക്കപ്പ് കൊടുത്തപ്പോഴേക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് റീലേ പിടിക്കാതെയാണ് ഹുക്കപ്പ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ റിലീസ് ഇത് ഓണാക്കിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് റീലേയിലെ നൂലെല്ലാം കൂടെ കയറി ചുറ്റി. പിന്നെ ലാസ്റ്റ് ഞാൻ കൈക്കാണ് വലിച്ചെടുത്തത്. എന്തായാലും നല്ലൊരു തിരക്കേടില്ലാത്ത ഒരു 350 ഗ്രാം സൈസ് വരുന്നൊരു വരാലാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഫസ്റ്റ് അടിച്ച മീൻ പോലും മിസ്സായില്ല. അതുമാത്രമല്ല ഹുക്ക് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു കോംബോ കളർ തന്നെയാണ്, അതായത് യെല്ലോ ഗ്രീൻ ഷെയ്ഡാണ് ആ ഫ്രോഗിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റ ഹുക്കേ കയറിയുള്ളെങ്കിൽ പോലും അത്രയും നേരം ഞാൻ അവിടെ ഇട്ടിട്ട് പോലെ ഹുക്കിൽ നിന്ന് റിലീസായ മീൻ പോകാനുള്ളൊരു ചാൻസ് പോലും ഉണ്ടായില്ല. അത്രയും നല്ല ഷാർപ്പാണ്. നമ്മൾ രാവിലെ മോർണിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല കോടയുണ്ട്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. നല്ല മഞ്ഞുതുള്ളിയൊക്കെയുള്ള നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ പുതിയൊരു സൈറ്റും കൂടെയാണ്, ഒന്ന് വിസിറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനും കൂടെയാണ് വന്നത്. അത്യാവശ്യം കാട്ടിൽ കൂടെ തന്നെ കയറി പോകണം. ഇവിടെയൊന്നും ആരും അങ്ങനെ കയറി നടക്കാറില്ല എന്ന് തോന്നുന്നു. ഒരു പാടമാണ്, പക്ഷേ എന്നാലും ഇച്ചിരി റിസ്ക് ഒക്കെ എടുത്ത് പോവുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ, തീർച്ചയായിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊന്ന് കാസ്റ്റ് ചെയ്താൽ പുല്ലിൻ്റെ ഇടക്കൂടെ, അപ്പോൾ ആ സൈഡിൽ കാസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു സ്ട്രൈക്ക് കിട്ടി. നമ്മൾ അപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്തു. പക്ഷേ നമുക്ക് സ്ട്രൈക്ക് വീഡിയോയിൽ കിട്ടിയില്ല, സൈഡിലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റിയെടുത്ത് വരുമ്പോഴേക്കും തൊട്ടടുത്തോട്ട് കൊണ്ടുവരച്ച് ആ സൈഡിൽ വന്നപ്പോൾ പുല്ലിലുടക്കി, നിറച്ച് പുല്ലായതുകൊണ്ട് ആ പുല്ലിലുടക്കിയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോയി ലാസ്റ്റ് എടുക്കേണ്ടി വന്നു. തിരക്കുള്ളത് 400 ഗ്രാം ടൈപ്പ് വരുന്നൊരു വരാലും കൂടെയാണ്. ഇതിലെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഹുക്കായി അപ്പം തന്നെ ആ ഫ്രോഗ് തിരിഞ്ഞ് വീഴുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഫ്രോഗിൻ്റെ അഡ്വാൻറ്റേജ്. എല്ലാ ഫ്രോഗിലും അങ്ങനെ ഇല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രോഗുകൾക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് മീൻ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല കേട്ടോ. പിന്നെ അതായത് സ്പിന്നിങ് റോഡും റീലും യൂസ് ചെയ്യുന്നവർക്ക് വെറുത്തായിട്ടുള്ളൊരു ഫ്രോഗായിരിക്കും. ലോങ് കാസ്റ്റ് നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ട്. ഞാനൊരു സ്പിന്നിങ് റോഡും റീലുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബൈക്ക് കാസ്റ്റിലാണെങ്കിൽ പറക്ക് നിന്നുകൊണ്ട് അമ്മാതിരി നല്ല എയറോഡൈനാമിക് ആയിട്ട് വരുന്ന ഷേപ്പും കാര്യങ്ങളുമാണ്. അതുമാത്രമല്ല യെല്ലോ ഗ്രീൻ പാറ്റേൺ ആണ് ഫ്രോഗിന് വരുന്നത്. നിങ്ങൾക്ക് കണ്ണും അടച്ച് വിശ്വസിക്കാൻ നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. അതായത് സ്പിന്നിങ് യൂസ് ചെയ്യുന്നവർക്ക് നല്ല ലോങ് കാസ്റ്റ് കിട്ടും. അതായത് ഒരു ബൈക്ക് കാസ്റ്റിൽ അറിയുന്ന ലെങ്തിൽ ഇതിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് മാറി വേറൊരു സൈറ്റിൽ വന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക എന്ത് ലെങ്ത് ഉണ്ടെന്ന്. ഞാൻ എറിയുന്ന വെച്ചിട്ട് എന്ത് ലെങ്ത് ഉണ്ടെന്ന്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന 20 mm തോമാൻ എന്ന് പറയുന്ന ബ്രൈഡ് ലൈനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതും നമ്മുടെ ഒരു അഡ്വാൻറ്റേജാണ്. നിങ്ങൾ വരാൽ കാസ്റ്റ് ചെയ്യാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അത്യാവശ്യം തിക്നായിട്ടുള്ള ബ്രൈഡ്, നല്ല കമ്പനിയുടെ നല്ല ലോങ് കാസ്റ്റ് പോകുന്നൊരു ബ്രൈഡ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രൈഡ് മേടിക്കാൻ ശ്രമിക്കും. ഇവിടെ കുറച്ച് കാസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് തീർന്നു. നമ്മൾ ഫോൺ എടുത്ത് വെച്ച സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വരാൽ, 1 കിലോ ടൈപ്പ് വരുന്നൊരു വിയറ്റ്നാം വരാൽ നമുക്ക് അവിടെ നിന്ന് അടിച്ചു. ആ ഒരൊറ്റ സ്പോട്ടിൽ നിന്ന്. നമ്മൾ ഈ സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ കളം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് പുതിയ സ്ഥലത്തേക്ക് വരുന്ന സൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് തന്നെ പിന്നെയും, അതായത് അതിനെ എടുത്ത് കരക്ക് കയറ്റി കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് തന്നെ രണ്ടാമത്തെ വരാൽ, അതായത് സീസൺ പോലും ഇല്ലാണ്ട് നമുക്ക് മൊത്തവും അവിടെ നിന്ന് മാത്രമായിട്ട് 5 വരാൽ കിട്ടി. ആ ഒരു പാടത്ത് നിന്ന് തന്നെ 5 സ്പോട്ടിൽ നിന്നായിട്ട് നല്ലൊരു ഫ്രോഗാണ്. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ബൈക്ക് കാസ്റ്റുകാർക്കാളും യൂസിങ് ആകുന്നത് സ്പിന്നിങ് റോഡ് യൂസ് ചെയ്യുന്നവർക്കായിരിക്കും. നല്ല ലോങ് കാസ്റ്റ് പോകുന്നുണ്ട്, നല്ല ലോങ് കാസ്റ്റ് പോകുന്നുണ്ട്. അതുമാത്രമല്ല ബൈക്ക് കാസ്റ്റുകാർക്കും യൂസിങ് ആണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതലും സ്പിന്നിങ്ങുകാർക്കായിരിക്കും വർത്തായിട്ട് തോന്നുന്നത്. അത്രയും ലോങ്ങും പോകുന്നുണ്ട്, നല്ല റിസൾട്ടായിട്ടുള്ളൊരു ഫ്രോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളിത് മേടിച്ചോ, കണ്ണും പൂട്ടി മേടിച്ചോ, നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസക്ക് വെറുത്തായിട്ടുള്ള ഫ്രോഗാണ്. നല്ല ഷാർപ്പ് ഹുക്കും നല്ലൊരു ക്വാളിറ്റി സിവിലും അതുപോലെ തന്നെ നല്ലൊരു സ്പിന്നറൊക്കെ വരുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫ്രോഗാണ്. ചില കമ്പനിക്കാരുടെ ഫ്രോഗ് പോലെ മുങ്ങിപ്പോകുന്ന നിങ്ങൾക്ക് പേടിയേ വേണ്ട. നമ്മുടെ ഇതിപ്പോൾ ആലപ്പുഴയിൽ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ 4 കളർ വേരിയൻ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആലപ്പുഴ ഫിഷിംഗ് പോയിൻ്റ് ഒരു ചൂണ്ടക്കടയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മൾ വൈകുന്നേരം കാസ്റ്റ് ചെയ്യാൻ പോയിരുന്നു കൈ നിറച്ച് വരാൽ. അത് ആ ഫ്രോഗിൽ തന്നെ കൈ നിറച്ച് വരാൽ കിട്ടി. പക്ഷേ നമുക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് മൗണ്ടിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുടഞ്ഞിട്ടെടുത്തതിൻ്റെ മാത്രം ഒരു വീഡിയോ കിട്ടിയിട്ടുള്ളൂ. നമുക്കൊരു 4 വരാൽ 1 കിലോയ്ക്ക് മേളിലുള്ളതും ബാക്കിയെല്ലാം 700-800 ഗ്രാം ടൈപ്പ് തന്നെയായിരുന്നു. ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് ഫിഷ് ഷാക്കിൻ്റെ ആ ഒരൊറ്റ ഫ്രോഗിൽ തന്നെയാണ്, എസ്കെറ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരു ഫ്രോഗാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ.